ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഒരു ഭാഗത്ത് തളർന്നിരിക്കുമ്പോ ആ തളർച്ചയ്ക്ക് കാരണം ഇവളാണെന്നും പറഞ്ഞ് ഇവളങ്ങ് തുടങ്ങും. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് പോകാൻ പറ്റുക? അച്ഛൻ വന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിന് ഇനി 2-3 ദിവസമേ ഉള്ളൂ. എല്ലാം ശരിയാവും മോളെ. നമ്മൾ നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കൂലി എങ്ങനെയാ ദോഷമാവുന്നത്? അല്പം കഠിന പരീക്ഷണങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ നിത്യ? അതെ. കാർമേഘങ്ങൾ ഒഴിയാൻ സമയമായെന്നാ കാണിക്കുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അത് ശരിയാണല്ലോ അമ്മേ. നമ്മൾ പറയാതെ അദ്ദേഹം എങ്ങനെയത് കണ്ടുപിടിച്ചത്? ദൈവത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആളല്ലേ, മറ്റുള്ളവരുടെ വേദന കണ്ടറിയാതിരിക്കോ? അദ്ദേഹം പറഞ്ഞത് നമുക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യമാ. ഹരി, ഇപ്പൊ നിന്റെ മനസ്സ് ശാന്തമായില്ലേ? ആന്റി, ഇങ്ങോട്ട് പുറപ്പെട്ടതിനേക്കാളും കുറച്ച് മനസ്സമാധാനം അതിപ്പോ എന്റെ മനസ്സിലുണ്ട്. തിരുമേനിയുടെ വാക്കുകളിലൂടെ കേട്ടപ്പോ എന്തോ വല്ലാത്തൊരു പ്രതീക്ഷ. എന്നാ ഇനി നമുക്ക് മടങ്ങാം. എന്താ? വാ. അമ്മേ, നടയിൽ നിന്ന് ആദ്യം പ്രാർത്ഥിക്കാൻ ശ്രമിച്ചപ്പോ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടയ്ക്കുമ്പോ ക്രൂരതയോടെയുള്ള ജയാറിന്റെ മുഖമാണ്, പാവപ്പെട്ട നമ്മുടെ തൊഴിലാളികളുടെ മുഖമാണ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. മോള് പുരാണങ്ങൾ വായിച്ചിട്ടില്ലേ? അസുരന്മാരുടെ താണ്ഡവം നടക്കുമ്പോ പാവപ്പെട്ട ജനങ്ങൾ ഭീതിയോടെ ഒളിക്കും. പക്ഷെ അത് വളരെ കുറച്ചു കാലം മാത്രമാണ്. അത് കഴിയുമ്പോ ഒരവതാര പിറവി ഉണ്ടാവും. അതെല്ലാവരുടെയും പേടി അകറ്റും, മനസ്സിൽ വെളിച്ചം നിറയ്ക്കുന്നതാവും. അവതാരങ്ങൾ പിറവിയെടുക്കുമ്പോ അസുരന്മാരെ നിഗ്രഹിക്കാറുമുണ്ട്. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെട്ടോട്ടെ. അതിന് ബന്ധങ്ങളുടെ അടിസ്ഥാനം നോക്കേണ്ട കാര്യമില്ല. അവൻ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. നിങ്ങൾ വാ. വന്ന് കേറ്.